وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم. قالوا طائركم معكم وإن ذكرتم بل أنتم قوم مسرفون. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون. وما لي لا أعبد الذي فطرني وإليه ترجعون. വിനിങ്ങളെ, ഈ മഹാന്മാർ ഇത്രയെല്ലാം ഹക്ക് ചെന്നിട്ടു, ഇത്രയെല്ലാം അത്ഭുതങ്ങൾ കാണിച്ച്, ഇത്രയെല്ലാം വ്യക്തമായ തെളിവുകൾ ചെന്നിട്ടു ആ കൗമു ആ ടൈമിലു അതിൽ ഉൾക്കൊള്ളുക റെഡിയില്ല. അങ്ങനെ ചൊല്ലിട്ടെന്തിര് നിങ്ങൾ റായത്ത് വന്നിട്ട് റായത്തുക്ക് ഒരു ചനി പിടിച്ചു പോയിട്, റായത്തുക്ക് ഒരു ബറകാല പിടിച്ചു പോയിട്, അങ്ങനെ ചെന്നിട്ടു ചൊമ്മ നിലക്ക് ആക്ഷേപിച്ചുകൊണ്ടുള്ളാറ്. അപ്പം അതിൻ്റെ വിഷയത്തിലാണ് ഞങ്ങൾ ഇടയിലൊന്ന് ചർച്ചയാക്കി. ഇങ്ങനൊരു ചനി പിടിക്കൽ, ഇങ്ങനൊരു അവലക്ഷണാച്ചുള്ളത് ദീനിൽ ഞങ്ങൾ നോക്കോ തീരുവ. ആ മുസ്ലിമീങ്ങൾ വലിയൊരു ആചാരായി കണ്ടുകൊണ്ടാണ് ഇതിലെല്ലാം ഇങ്ങനത്തെ എന്തായിട്ട് കണ്ടതിനെ പിടിച്ചിട്ടെല്ലാം അവലക്ഷണമായിട്ട് കണ്ടത്. പക്ഷെ മുഅ്മിനീങ്ങളായ ഞങ്ങൾ ആ നിലക്ക് കാണോ തീരുവാച്ചുള്ള വിഷയമാണ് പഠിക്കുകയില്ലേ. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിട്ട് ലാ തീറത, അങ്ങനത്തെ വിഷയമേ ഇല്ല. ഇങ്ങനൊരു അവലക്ഷണ ചെന്നിട്ടു കാണേണ്ട വിഷയമില്ല. ഖൈറുഹ, അതിലേറ്റവും ഖൈറായത് അൽ ഫഉൽ, ഫഉലായിട്ട് ഇക്കിടുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബിക ചെന്ന് കേൾക്കണാറ്, നബിയെ ഫഉൽ എന്തിനാണ്ട് അർത്ഥായോണ്ടില്ല. അപ്പോൾ തങ്ങൾ ചൊല്ലു അൽ കലിമത്തുൽ ഹസനത്തു സ്വാലിഹ യസ്മഉഹ അഹദുക്കും. നിങ്ങൾ കൊടുത്ത ഒരാൾക്ക് കാതിൽ കേൾക്കണമെങ്കിൽ ഒരു നല്ല പലക്ക, നല്ല ചന്തത്ത് നല്ലൊരു പലക്ക, ആ പലക്ക കേൾക്കുമ്പോൾ അത് ശുഭലക്ഷണമായിട്ട് ഉണ്ട്. ഫഅല് ചൊല്ലുമ്പോൾ ശുഭലക്ഷണ ചൊല്ലർത്ഥം. അപ്പോൾ ദീനിൽ അവലക്ഷണ ചൊല്ലതില്ല, പിന്നെന്തിനുണ്ടോ ശുഭലക്ഷണമുണ്ടോ. അപ്പോൾ അവലക്ഷണ ചൊന്നെങ്കിൽ എന്തിര് അഷൈഉൽ മക്റൂഹ്, പുറത്തേക്ക് ഇഷ്ടമില്ലാതെങ്കിലത്തെ വിഷയം. മിൻ കൗലിൻ, ഒരു പലക്ക ഇഷ്ടമില്ലാത്തൊരു പലക്ക ഓർത്ത ചെന്ന ഫെയിലിൻ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ജാഗയിലും ഇഷ്ടമില്ലാത്തൊരു സ്വരവർത്താക്കിയ ഔ മർഈൻ, അല്ലെങ്കിൽ എന്തെങ്കിലും കാണ്ട്, മെയിനായിട്ട് നിങ്ങൾക്ക് കാണ്ടതായിരിക്കും. അത് കണ്ടെത്തി ഇത് കണ്ടെത്ത് അതുകൊണ്ടിട്ടു നക്കെന്താക്കുകയല്ല ഞാൻ ഈ സ്വറാക്കില്ല. പണ്ട് ജാഹിലിയായ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നത്തെ കാലഘട്ടത്തിൽ ആൽമാറാക്കിക്കൊണ്ടിരുന്ന വിഷയമാണ് പല വസ്തുക്കളെ നോക്കിയിട്ട് അവലക്ഷണമായിട്ട് കണ്ടുകൊണ്ടിരുന്നാറ്. ചില പക്ഷികളെ ശബ്ദം കേട്ടെങ്കിൽ ഓടിക്കൊണ്ടിരുന്നാറ്. അതേപോലെ ചില മാനുകളെ കണ്ടുണ്ടായെങ്കിൽ ഓടിക്കൊണ്ടിരുന്നാറ്. അങ്ങനെ പല മൃഗങ്ങളെ നോക്കിയിട്ട് പല സ്വറാക്കിക്കൊണ്ടിരുന്നാറ്. ചിലപ്പോൾ അങ്ങ് പോകുമ്പോൾ ബൽത്ത ഭാഗത്തേക്ക് മീത്തു ഒരു മാണ് പോയിട്ട്, അല്ലെ ബൽത്ത ഭാഗത്തേക്ക് പക്ഷിങ്ങ പാരി പോയിട്ടുണ്ടായെങ്കിൽ പാരിയിലെ ബറക്കത്ത്, പിന്നെ ആ സ്വർത്ത് അങ്ങ് പോണ്ട് ഭാരി ഇൻട്രസ്റ്റിൽ പോണ്ട് അത് വിജയാശെന്ന് കണ്ടുകൊണ്ടിരുന്നാറ്. ഒരു ജാഗയെ പോകുമ്പോൾ, ഒരു മംഗലത്തേക്ക് നിശ്ചയിക്ക പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു കച്ചവടത്തിന് വേണ്ടിയിട്ട് യാത്ര പുറപ്പെട്ടിട്ട് റെഡിയായിട്ട് പോകുമ്പോൾ, വേറെ ഏതെങ്കിലും ഒരു വിഷയത്തേക്ക് പോകുമ്പോൾ, നല്ല വിഷയത്തിൽ പോകുമ്പോൾ പക്ഷിങ്ങ അല്ലെങ്കിൽ അങ്ങ് ഉദ്ദേശിക്കുന്ന ചില മൃഗങ്ങ എടുത്ത ഭാഗത്തേക്ക് പോയിട്ടുണ്ടായെങ്കിൽ എത്ര വലിയ സ്വറയിക്കട്ട്, എത്ര ആളായിട്ട് ചെന്നിട്ടുള്ള നാ ബണ്ടാച്ചെന്ന വിഷയമായിരിക്കട്ട് റജൗ സഫറിഹിം, സഫറെ പിറവടിക്കല്, വഹാജതിഹിം, ആ സ്വറാക്കില്ല പിന്നെ പിറവടിക്കല്. ഇണ്ടും ഞങ്ങളെ മുസ്ലിമീങ്ങളിലും ചില ആൾമാരുള്ളവരാണ്, ജാഗ്രത കൊണ്ടാണ്. ഇതിനങ്ങ് അവലക്ഷണമായിട്ട് കാണുന്നത്. ഈ അടുത്ത ഭാഗത്ത് പോയിട്ട് അല്ലെങ്കിൽ എന്തിനായിട്ട് ആ അടുത്ത ഭാഗത്തേക്ക് ആ പക്ഷി പാരിത്ത് ഇങ്ങനത്തേതല്ല.
അങ്ങനെ ചുരുക്കി ചെന്നെങ്കിൽ എത്രയോ വലിയ വലിയ ജീവിത മൈഷത്തിൽ ജീവിതത്തെ ഭാഗമായിട്ട് നടക്കണായ വലിയ വലിയ സ്വരമേ അങ്ങ് മുടങ്ങിപ്പോയോണ്ടിന്ത് അങ്ങ് തപ്പിപ്പോയോണ്ടിന്ത് അങ്ങനെ എത്രയോ ജീവിതത്തെ ടൈമേ വേസ്റ്റ് ആക്കിക്കൊണ്ടിരുന്നാൽ നല്ല സ്വരാജ് പോണ്ട് അങ്ങനെ പോയിട്ട് നോക്കുമ്പോൾ എല്ലാം സെറ്റപ്പ് എല്ലാം ഒരു സ്വറാവുണ്ടെങ്കിൽ എത്ര ആൾ കൂടിയിട്ട് എന്തെല്ലാക്കണ്ട് ഇത്രയും ആൾ കൂടി എന്ത് സ്വറായെങ്കും ഈ പക്ഷികളെമാ മൃഗങ്ങളെമാ നോക്കിയിട്ട് പരിപാടിക്ക് ഗൂബെ ഗൂബെ ഞാൻ കാണാൻ രണ്ടും ഗൂബെ കണ്ടെങ്കിൽ മനുഷ്യന്മാരതിൽ വലിയൊരു അവലക്ഷണമായിട്ട് കണ്ടല്ല. പക്ഷേ ഹബീബന റസൂലുള്ളാഹി തങ്ങൾ ഇസ്ലാം ദീൻ പ്രചരിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ചിട്ട് ചെന്ന വിഷയമാണ് അബ്തലഹു ഇങ്ങനത്തതില്ല ഇതിനെ ബാത്തിലാക്കി ಇದಕ್ಕೆ സ്വന്തമായ ഒരു ഉപദ്രാഗ്രഹ ശക്തി ಇದಕ್ಕೆ ഇല്ല. അങ്ങനത്തെ ഒരു ഉപകാരം പക്ഷിയെ കൊണ്ടിട്ടു, അല്ലെങ്കിൽ ഒരു മാനടെ കൊണ്ടിട്ടു, അല്ലെങ്കിൽ ഒരു പൂച്ചയുടെ കൊണ്ടിട്ടു, അല്ലെങ്കിൽ ഒരു ഗൂബയുടെ കൊണ്ടിട്ടു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വസ്തുക്കളെ കൊണ്ടിട്ടു ഒരു ഉപദ്രാസുള്ളത് ഇല്ല. അത് മാത്രമല്ല ഇന്നൊരു ഹദീസിൽ കാണേണ്ട തീറത്തു ഇങ്ങനത്തെ വിശ്വാസ അവലക്ഷണം ഉണ്ടു ചൊല്ലൊരു വിശ്വാസ ഷിർക്കുൻ അത് ഷിർക്കായിട്ടിട്ടുണ്ട്. സ്വന്തമായിട്ട് ಅದಕ್ಕೆ ഉപകാരാക്കുന്ന ശക്തിയുണ്ട്. ಬದ್ಧ ಭಾಗಕ್ಕೆ പോയി സാധക അത് നല്ല, ഇടത്ത ഭാഗത്ത് പോയി സാധക ഉപദ്രാവുడు, ബദ്ಧ ഭാഗത്ത് പോലെ ഉപകാര ആക്കട്. ഇങ്ങനെ അതനുസരിച്ചിട്ട് ആ വിശ്വാസത്തിൽ ഒരു മനുഷ്യൻ നിങ്ങൾ സ്വറാക്കിയെങ്കിൽ അത് ഷിർക്കായിട്ടിക്കട്, അള്ളാഹു അല്ലാത്ത വസ്തുക്കളാണ് അതാക്കടേ ചൊല്ലൊരു വിശ്വാസം കൊണ്ട് മനസ്സിൽ പണ്ട് ഷിർക്കായിട്ടിക്കട്. ഇനി ഫഅല് ചൊല്ലുന്നത് ശുഭലക്ഷണം, അത് നല്ലതാണ്. ശുഭലക്ഷണ ഒരു നല്ലൊരു പലക്ക കേൾക്കട്ടെ, ചന്തത്തൊരു പലക്ക കേൾക്കട്ടെ, അതിൽ ഖൈറുണ്ടോന്ന് വിചാരിക്കട്ടെ. അപ്പോൾ എന്തൊരു വിഷയ ഒരു ഉദാഹരണം ചെന്നുണ്ടായെങ്കിൽ ഒരു സീക്കിടവനുള്ള ആ സീക്കിൽ കിടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓണ്ടിട്ടേക്ക് വന്നിട്ട് ആരാച്ചോടെ യാ സാലിം, അവൻ്റെ പേര് സാലിം ഉണ്ടെന്തോ അല്ല, യാ സാലിം ചെന്ന് വിളിക്കാറ്. സാലിം ചെന്ന് രക്ഷപ്പെട്ടവനെ ഉണ്ട്. അല്ലെങ്കിൽ ഒരു വലിയൊരു ആവശ്യത്തിൽ പുറത്ത് പോയിട്ടുള്ള യാ വാജിബ് ഓ ഉദ്ദേശിച്ച വിഷയം എത്തിക്കിടവണേണ്ട്. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല പലക കേൾക്കുമ്പോൾ ഓൻ്റെ മനസ്സിലൊരു കുശി അവിടെ ഒരു നല്ലൊരു വിഷയത്തേക്ക് ഇറങ്ങുമ്പോൾ ഓണക്ക് അതുക്ക് അനുകൂലമായിട്ട് ഒന്ന് ചിന്തിക്കടേ, ആ നല്ല പലക്ക നിൻ്റെത് ഓൺ അക്കിൻ്റെത് കിട്ടമേ, അക്കിൻ്റെ ഉദ്ദേശിച്ച സ്ഥലം എൻ്റെ ആവിടും, എൻ്റെ രോഗം എനിക്ക് ഷിഫായിട്ട് കിട്ടു, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിൽ വലിയ ബർക്കത്ത് കിട്ടു. ഈ ബർക്കത്തുള്ള മനുഷ്യൻ വലിയൊരു ബിസിനസ് പോകുമ്പോൾ ചെന്നാൽ ഈ വലിയ ബർക്കത്തിലാൾ ചെന്നിട്ടു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനത്തെ പലക്കെല്ലാം കേൾക്കുമ്പോൾ ഒരു ശുഭലക്ഷണമായിട്ട് അതിൽ ഖൈറുണ്ട് ചെന്നിട്ട് വിചാരിക്കരുത്, അത് നല്ലതായിരിക്കരുത്. എന്തെങ്കിലും ഒരു ശക്തിമത്തായ ഇതുപോലത്തെ കാരണങ്ങൾ അല്ലെങ്കിൽ ചെറിയൊരു കാരണം കിട്ടുമ്പോൾ അള്ളാഹുനക്ക് ഔദാര്യ തറു, അള്ളാഹുനക്ക് എന്തെങ്കിലും ഒരു ഖൈറ് തറു ചെന്നിട്ട് റബ്ബടെ വിചാരിക്കരുത്. ഇത് ഖൈറാണ്, അള്ളാഹുടെ വിഷയത്തിൽ നല്ലത് വിചാരിക്കരുത് ഖൈറാണ്. ചിലപ്പോൾ വിചാരിച്ചതുപോലെ നടന്നില്ലെങ്കും നഷ്ടമൊന്നുമില്ല. കാരണം റബ്ബിനെ സംബന്ധിച്ചിട്ട് എപ്പോഴും നല്ല വിചാരിക്കൽ, റബ്ബിനക്ക് ഖൈറ് തറു ചെന്ന് വിചാരിക്കരുത്, എപ്പോഴും ഖൈറായിട്ടിക്കരുത്. അത് അള്ളാഹുനക്ക് എന്തും തരലേ, അള്ളാഹുനക്ക് ഒരു ഖൈറും തരലേ, അതല്ലേ ഈ അവലക്ഷണത്തെ അർത്ഥം തരേ. അള്ളാഹ്നക്ക് എന്തും നല്ലതാക്കില്ല. ഞാനിതിൽ സോത്തെ പോലെമേ, ഈ മങ്ങിയത്ത് ഈ ആഴ്ചന ഈ വിവാഹാലോചനത്തിന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ സോത്തെ പോലെമേ എന്നെ അവിടെ പൂച്ചട്ട കിടന്നിട്ട് ഗൂബനെ കണ്ടിട്ട്, അല്ലെങ്കിൽ ഇന്നത്തെ നാളെ ഞാൻ ഗൾഫ് പോയിത്തനുണ്ട് യാത്ര പോയിട്ടൊക്കെ എന്തും കിട്ടുകയില്ല, അക്കോട് ഗൂബ കണ്ടിട്ട് അല്ലെങ്കിൽ ആ പക്ഷിയുടെ സൗണ്ട് കേടുത്തനൊക്കെ ഉണ്ട് സുബൈക്ക് ഇത്. അപ്പം എനിക്ക് എന്തും കിട്ടില്ല എന്ന് റബ്ബിനെ സംബന്ധിച്ചിട്ടുള്ള അതാണ് മനസ്സിലാക്കണം. അള്ളാഹുടെ നിങ്ങൾ ഒരു തപ്പുധാരണാക്കിയ പോലെ അള്ളാഹുടെ വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു ബെടക്ക് പിയാറ ബന്ധ പോലെ ആയിട്ടിക്കരുത്, ഒരു ബലാ വെറുതെ നിങ്ങൾ വലിച്ചിട്ടിട്ട പോലെ. അപ്പോൾ ഇത് ഒരിക്കലും നല്ലതല്ല. ഇത് നിങ്ങൾ അങ്ങനത്തെ ഇത് വിടണോ. ഇനി ഹദീസിലിപ്പോൾ കേട്ട അപലക്ഷണ ചൊല്ലതില്ല, ശുഭലക്ഷണം നിങ്ങൾക്ക് നല്ലതാണ്. പക്ഷെ ഒരു 3 വിഷയത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്ത് വെച്ചിരുന്നു. അതിൽ ചില അവലക്ഷണ അവർക്ക് സാധ്യതയുണ്ട് ചെന്നിട്ടു. ഇൻകാന ശുമു ഒരു അവലക്ഷണ ഉണ്ടുണ്ടായെങ്കിൽ ഫീ ഷൈഇൻ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവലക്ഷണ ബണ്ടുണ്ടായെങ്കിൽ ഫഫിൽ ഫർസി ഒന്ന് കുതിരലായിട്ടിപ്പോൾ അവലക്ഷണ, ഓൽ മസ്കനി
താമസിക്കടെ ഔത്തുലായിട്ടിക്കോ, വൽമർ അതി പിന്നൊന്ന് പെണ്ണായിട്ടിക്കോ, പെഞ്ഞായിമാറായിട്ടിക്കോ, പെണ്ണായിട്ടിക്കോ. ഇത് മൂന്ന് ചിലപ്പോൾ അവലക്ഷണമായിട്ട് പിറകു സാധ്യതയ്ക്കട് വണ്ടെങ്കിൽ ഇത് മൂന്നിൽ പിറകു ചാൻസസ് ഇക്കട്. ഇപ്പോൾ കുതിര, അവ, പെണ്ണ് ഇത് മൂന്നിൽ ചിലപ്പോൾ അവലക്ഷണം ഉണ്ടാവുക സാധ്യതയുണ്ടോ. കുതിര അണ്ടത്തെ വാഹനമാണ്. ഇണ്ട് ഞങ്ങളെ കാറും അതിൽ പെടുത്താം കാണ്ട്. അപ്പം എങ്ങനെ ഔത്തുൽ അവലക്ഷണം? ചിലപ്പോൾ ചില ഔത്തുൽ താമസിക്കൽ, ആ ഔത്തുൽ കൂട്ടത് ഉപദ്രവത്തിന് വലിയൊരു കാരണമായിട്ടിരിക്കും. ഔത്തുൽ താമസിക്കുമ്പോൾ അള്ളാഹുടെ കലാവ് കൊണ്ട് പണ്ട് ചില അവങ്ങൾ നമുക്ക് ഉപദ്രവമായിട്ടിരിക്കും. പല കാരണങ്ങളെ കൊണ്ടിട്ട് വലിയ ഹലാക്കായിട്ടിരിക്കും. റവാക്കുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അതൊരു വിഷയത്തിൽ തെല്ലുള്ള ഒരു പഠിച്ചിട്ടുള്ള ഗുന്തുനാളെടുത്ത് കേട്ടിട്ടുള്ള ഇതാക്കത്തെ നല്ല അങ്ങനെ ഏതാവട്ടെ. അപ്പോൾ അവ ചിലപ്പോൾ നമുക്ക് ഉപദ്രവത്തിന് കാരണമായിട്ടിരിക്കോ. അല്ലെങ്കിൽ പെണ്ണ്, പെഞ്ഞായോ അങ്ങനെ. അതുപോലെ കുതിര പോലത്തെ വസ്തു അത് അള്ളാഹുടെ കലാ കൊണ്ട് അതിൽ ചിലപ്പോൾ അവലക്ഷണം ഉണ്ടാവാം. അങ്ങനെയാണ് ചില ഇമാമിങ്ങളുടെ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ നല്ലതുപോലെ വ്യാഖ്യാനിച്ചുകൊണ്ടുള്ളത്. ഞാനിപ്പോൾ ചെന്നുകൊണ്ടുള്ള വിഷയ ഇമാം നവവി റളിയല്ലാഹു അൻഹുയുടെ ശറഹ് മുസ്ലിംസുകളുടെ ലോകമറിയപ്പെട്ട കിതാബുണ്ട്. അതിലുള്ള വിഷയമാണിപ്പോൾ ഞങ്ങൾക്ക് ചെന്നുകൊണ്ടില്ലേ. എൻ്റെ സ്വന്തം അഭിപ്രായം എന്തുമല്ല. ഹദീസ് നോക്കിയിട്ട് ആ ഇമാം വ്യാഖ്യാനിച്ചതായിട്ട് കിടും. ഷുമുദ്ദാരി ഔത്തുൽ അവലക്ഷണാച്ചെങ്കിൽ ലീഖുഹ അവ ഗുഡുസ, അവിടെ ഗുഡുസ് എന്തെങ്കിലും ഞെക്കിയ പോലെ ഷോർട്ട് ചെറിയ ചെറിയ റൂമോ ചെറിയ ചെറിയ ജാഗ അതൊരു അവലക്ഷണമായിരിക്കും. വിശാലായിട്ടിക്കൽ നല്ലതാണ്. സു ജീരാനിക ആ ഔത്തുര നിരക്കര ആൾമാർ ബെടക്ക ആൾമാരാണ്. ബെടക്ക് നാത്ത പിടിച്ചങ്ങായിട്ടിക്കിട് അവർ അവടുക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നോക്കണായതായിട്ടിക്കിട് നിരക്കരൽ എന്തെങ്കിലും നിരക്കര ആൾമാർ എങ്ങനെയുള്ളാറ് അങ്ങനെ ബായി ബടായി അല്ലെങ്കിൽ ചുമ്മ ബെടക്കെല്ലാം ഉണ്ടാ ചെന്നിട്ടും അതാകും അങ്ങനെ ഇടങ്ങിയ രൂപത്തിലെല്ലാം ഉണ്ടാ ചെന്ന് നോക്കണം. അത് ഔത്തൂബിൽ അവലക്ഷണമായിട്ടിക്കും. പെണ്ണിടെ അവലക്ഷണ ചൊല്ലുമ്പോൾ എന്തിന് ഒന്നാമത്തത് ബടബായിട്ടില്ലേ. പെണ്ണ് ബായിൽ മുണ്ടിയാൻ പിന്നെ നിൽക്കില്ല. കുട്ടെങ്കിൽ കീ കൊടുത്ത് കുട്ടെങ്കിൽ പിന്നെ 2-4 പേര് നിൽക്കുക എന്തല്ലേ അത് പിന്നെ തീരില്ല. അങ്ങനത്തെ പളക്കം അങ്ങനത്തതല്ല. അങ്ങനത്തെ പെണ്ണ് ഒരു കണാനൊക്കെ ബസ്സിൽ പോകുമ്പോൾ ഒരു ടിക്കറ്റ് ഒരു ചെറിയൊരു വിഷയത്തിൽ ഒരു പെണ്ണ് മുസ്ലിം പെണ്ണ് ഒരു അര ഗಂಟ കണ്ടിട്ടിട്ട് ചർച്ചയാക്കിയാൽ എന്തെന്നുള്ള മുന്നിട്ടാണ് മുന്നിട്ടില്ലാണ്ടില്ല അര ഗಂಟ എന്തെന്നുള്ള. അപ്പോൾ അതും പബ്ലിക്കിൽ എല്ലാ ആൾമാർ ഇന്ന ടൈമിലും. അപ്പോൾ ഇങ്ങനത്തെ ചില പെണ്ണ് കിട്ടിയെങ്കിൽ ബടവായി എപ്പം കുറാകി കൊണ്ടിരിക്കുന്ന ഒരു പെണ്ണ് കിട്ടിയെങ്കിൽ മനുഷ്യരെ വലിയ അവലക്ഷണമായിരിക്കും ആ പെണ്ണ് ചെന്നിട്ട്. അതുപോലെ സംശയ നിലക്ക് ആ പെണ്ണിക്കിടെ സംശയത്തിൽ ആൺമക്കളുടെ മുണ്ടി ഉണ്ടോ അങ്ങനെ ഔത്തിൽ ചൊല്ലാണ്ട് മാപ്പിളട്ടിಗೆ ചൊല്ലാണ്ട് പുറത്തു പോണ്ട് ഇങ്ങനെ ഒരു സംശയത്തിൽ ഈടാവിടെ പല പ്രവർത്തനങ്ങളാക്കടെ പെണ്ണ്. സംശയരോഗം ആണുകളുടെ രോഗമല്ല, ആണുകളുടെ രോഗമല്ല. ഈ പെണ്ണിയുടെ പ്രവർത്തനമേ പല സംശയങ്ങൾ കാണിയിടയാവിടെ. അത് ഇതെല്ലാം ഒരു പെണ്ണ് അവലക്ഷണമായിട്ട് പണ്ട് എതിർലക്ഷണമായിട്ടിരിക്കും. അതേപോലെ കുതിര അതിൻ്റെ സ്ഥാനത്തിലുണ്ട് ഞങ്ങളെ കാട്ടിലും പെടുത്ത വേണമെങ്കിൽ പല കാരണങ്ങളെല്ലാം ഉണ്ട്. ചെന്ന പോലെ കേൾക്കില്ല, അത് ഓവർ ബല അതുപോലത്തെ വിഷയങ്ങളെല്ലാം. അപ്പോൾ ഏതാണെങ്കിലും എന്തായിരിക്കട് 3 നിലക്കുള്ള അവലക്ഷണത്തെ വിഷയത്തിൽ 3 നിലക്ക് ചൊല്ലാം. ഒന്നോ ഒരു നിലക്കും അതിൽ അവലക്ഷണാണ്ട് ഞങ്ങൾ വിചാരിക്കോ തീരാം. ഇമാം നവവി റളിയല്ലാഹു അൻഹു ആണ് ഈ വിഷയം ചൊല്ലേ. ഒരു നിലക്കും ഞങ്ങൾ അവലക്ഷണ ചെന്നിട്ടോ വിചാരിക്കുകയേ തീരാം. അങ്ങനത്തെ ചില വിഷയങ്ങളുണ്ട്. അതാണ് ഞാനിപ്പോൾ ചെന്ന പോലെ പക്ഷിങ്ങ അല്ലെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങ, പൂച്ചങ്ങ, ഗൂബങ്ങ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിധവയുടെ കാണ്ട് ഇതുപോലത്തെ വിഷയങ്ങളെല്ലാം ഈ മൂഢനമ്പിക്കായിട്ടുള്ളത്. ഇതിൽ ഞങ്ങൾ തലക്കേ എടുക്കോ തീരാം. രണ്ടാമത്തത് ചില ആമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ വിഷയത്തിൽ ഉപദ്രവമുണ്ട് ചെന്ന വിഷയമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വബാ, പ്ലേഗ് രോഗം പോലത്തെ ചില പകർച്ചവ്യാധി രോഗങ്ങൾ. കൊറോണ വന്നിട്ടാകുമ്പോൾ ഞങ്ങൾ കണ്ടില്ലേ കുറേ വിഷയങ്ങൾ. അവിടെ പുറത്ത് പോതീര വേറെ അവിടെ വറ തീര റസൂലുള്ളാഹി തങ്ങൾ ചെന്നെങ്കിൽ വിഷയമായിട്ട് വബാ പോലത്തെ വന്നെങ്കിൽ അവിടെ പിന്നെ ആൾമാർ അവിടേക്ക് പോതീര അവിടെ പുറത്ത് പോതീര ചെന്നിട്ടു.
അപ്പോൾ അങ്ങനെ പ്ലേഗ് പോലത്തെ ചില രോഗങ്ങൾ അതിൽ അപലക്ഷണമായിട്ട് കാണാൻ അതിൽ ജാഗ്രത ആക്കരുത് നല്ലതായിട്ട്. മൂന്നാമത്തത് ഇപ്പോൾ ചെന്നെങ്കിലത്തെ വിഷയ എന്തായിട്ട് പൊതു ആമായ വിഷയമല്ല, സുഖമായിട്ട് പ്രത്യേക എടുത്തു ചെന്നെങ്കിലത്തെ വിഷയ ഈ അവ കുതിര പിന്നെ പെണ്ണ് പോലത്തെ വിഷയ ഇതിലണങ്ങ ജാഗ്രത ആക്കരുത്. ഹലാൽ ചെന്നിട്ടാണ് ബഹുമാനപ്പെട്ട ഇമാമൻ റളിയല്ലാഹു ചൊല്ലു. ടോട്ടലി ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു ഫത്ഹുൽ ബാരി ചൊല്ലി കിതാബിൽ ചൊല്ലത് എന്തായിട്ട് ഈ മൂന്ന് വിഷയ ഇപ്പോൾ ചെന്നിയ മൂന്ന് വിഷയ സമ്മത്ത ആൽമാർ അതിലൊരു തത്വയ്യൂർ അതിലൊരു അവലക്ഷണമായിട്ട് പലപ്പോഴും ഉണ്ടാവുക സാധ്യതയുള്ള വസ്തുവായിട്ട് കാണാറ്. മനുഷ്യന്മാരിൽ ഇതിലാണ് ചിലപ്പോൾ അവലക്ഷണങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അതിലൊന്നും ജാഗ്രത ആക്കരുത് നല്ല ചെന്നിട്ട്. ഇപ്പോൾ ചുരുക്കിയിട്ട് അങ്ങനെ അവലക്ഷണ ചെന്നിട്ടും ശുഭലക്ഷണ ചൊല്ലിട്ടുള്ള ഒരു രണ്ട് വിഷയത്തെ ഞങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കണം. കണ്ടതിൽ ഞങ്ങൾ വിചാരിച്ചത്, ഞങ്ങൾ കേട്ടത്, ഞങ്ങൾ കണ്ടത് അതെന്തും ഞങ്ങൾ എന്താക്കുക തീറ ഒരിക്കലും ഞങ്ങൾ അതിൽ അവലക്ഷണമായിട്ട് കാണല്ല. ഞങ്ങളെ മനസ്സിൽ വന്നത്, ഞങ്ങളെ മനസ്സിൽ വിചാരിച്ചത് അത് ഞങ്ങൾ കാട്ടുക തീറ. അപ്പോൾ യാസീൻ സൂറത്ത് ബഹുമാനപ്പെട്ട മഹാന്മാരോട് പോയിട്ട് എത്തിയിട്ട് ദീൻ ചൊല്ലുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ ഉള്ളതുപോലെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കപ്പെട്ടില്ല. നേരിട്ടായിട്ട് അങ്ങ് ചൊല്ലത് എന്തായിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് റായത്തിൽ വന്ന് ഞങ്ങൾക്ക് അവലക്ഷണമായിട്ട് ഞങ്ങൾ റായത്ത് ചനി പിടിച്ചിട്ട് വരകാല ബന്ധു ചെന്നിട്ടല്ല. അപ്പോൾ അതിനെയാണ് പരിശുദ്ധമായ ഖുർആൻ ഇനി അതിനെ എതിർത്തിട്ടേ ചെന്നത്. ഇന്നമാക്കും മാക്കും നിങ്ങമേ ഒരു അവലക്ഷണം, നിങ്ങൾക്കുടെ സ്വരങ്ങൾ, നിങ്ങളുടെ ശിർക്ക്, നിങ്ങളുടെ ബെടക്കത്തരമേ നിങ്ങൾക്ക് അവലക്ഷണം ചെന്നിട്ടാണ് പരിശുദ്ധമായ ഖുർആൻ ഞങ്ങളുടെ ചൊല്ലുപാട്ടിയത്, അള്ളാഹു ചൊല്ലുപാട്ടിയത്. ഏതാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുള്ള മൂഢനമ്പിക്കയിൽ നിന്ന് പുറത്ത് വന്നിട്ട് ദീൻ ചെന്നതുപോലത്തെ നമ്പിക്കയിൽ മാത്രം ജീവിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്തെങ്കിലും ഞങ്ങൾക്ക് ഗൊന്തില്ലാത്തത് കൊണ്ടിട്ട് ഞങ്ങൾ മൂഢനമ്പിക്കൽ വിചാരിച്ചിട്ട നിങ്ങൾ ആക്കി നിങ്ങൾ അള്ളാഹു അതിനെ നിങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നിങ്ങളുടെ ജീവനുമേ അള്ളാഹു ഇടീ ദുനിയാവും മാത്രം ശുഭലക്ഷണം, ശുഭവും നല്ല ഖൈറും റാഹത്ത് സന്തോഷമുള്ളത് അള്ളാഹു താല ആക്കി തരുമാറാകട്ടെ. അള്ളാഹു എല്ലാ വിഷമങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടങ്ങൾ, നരിക്കങ്ങൾ എല്ലാത്തിനും പരിശുദ്ധമായ അഹ്ലു ബദർ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, ബദരീങ്ങളുടെ കാവൽ കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് സലാമത്താക്കി തരുമാറാകട്ടെ. ആ ബദരീങ്ങളുടെ കാവൽ കൊണ്ട്, അങ്ങനെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ഔത്തിൽ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ സ്വത്തിൽ, ഞങ്ങളുടെ ജാഗിൽ, ഞങ്ങളുടെ ബിസിനസ്സിൽ, ഞങ്ങളുടെ കൃഷിയിൽ എല്ലാ നഗമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ അള്ളാഹു ഖൈറും ബറക്കത്ത് സമൃദ്ധിയും സന്തോഷവും യാറയാറാക്കി തരട്ടെ. അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളെ ശിഫയാക്കി തരുമാറാകട്ടെ. ടെൻഷനുള്ളവരെ ടെൻഷൻ നീക്കി തരട്ടെ, കടങ്ങൾ നീക്കി തരട്ടെ, പെൺമക്കൾ നല്ല നിലക്ക് പാല് കൊടുക്കുക, അള്ളാഹു തൗഫീക്ക് കൊടുക്കട്ടെ. അതുപോലെ അവയില്ലാത്തതിൻ്റെ അവ തരട്ടെ, ജാഗില്ലാത്തതിൻ്റെ ജാഗി തരട്ടെ, എല്ലാ സ്വരയില്ലാത്തതിൻ്റെ സ്വര തരട്ടെ. എല്ലാവിധ ഖൈറാത്തുകളും എല്ലാ ബറക്കത്തുകളും എല്ലാ സന്തോഷങ്ങളും ആ അഖില ബദർ ബറക്കത്ത് കൊണ്ട്, ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നൽകട്ടെ. ബദരീങ്ങളെ കാവൽ, ബദരീങ്ങളെ പ്രത്യേകമായ സഹായ എല്ലാ വിഷയത്തും അള്ളാഹു തആല നൽകട്ടെ ഇൻഷാ അല്ലാഹ്.